ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാനുള്ളത് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആക്ച്വലി ഇന്നലെ ബീഹാറിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് വന്നു. ഇതാണ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ. വലിയ ക്രൗഡൊന്നും ഇല്ല കേട്ടോ. കൊൽക്കത്തയിൽ നിന്ന് കേട്ടപ്പോൾ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊൽക്കത്ത വലിയ സിറ്റിയാണ്, കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ അതേപോലെയാണ് വിചാരിച്ചത്. പക്ഷെ കൊൽക്കത്ത അല്ല വലിയ സ്റ്റേഷൻ, ഹൗറയാണ്. ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും വലുത്. ഭയങ്കര ക്രൗഡ്. കൊൽക്കത്തയിൽ അങ്ങനെ വലിയ ക്രൗഡില്ല. ഇതാണ് നിങ്ങളെ പഴയ നമ്മൾ അംബാസഡർ ടാക്സി ഉണ്ട്, മഞ്ഞ കളർ അംബാസഡർ ടാക്സി. ഇപ്പോഴും പ്രൗഢിയോടുകൂടി ഇവിടെ നിന്ന് നിരത്തിലേക്ക് കൂടി ഓടുകയാണ്, കൊൽക്കത്തയിലേക്ക് കൂടി ഓടുന്നതാണ്. ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് കളറും ഉണ്ട്, മെയിനായിട്ട് മഞ്ഞ കളറുണ്ട്. മഞ്ഞാണ് ഇവിടുത്തെ ടാക്സി ആയിട്ട് ഓടുന്നത്. നമ്മൾ മുംബൈയിലൊക്കെ ഓടുന്നില്ലേ. സോ ഞാൻ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇതാണ് കൊൽക്കത്തയുടെ ചെറിയ ടൗണുകൾ. ബസ്സുകളൊക്കെ ഉണ്ടോ, പഴയ ബസ്സുകളുണ്ടോ, പഴയ മോഡൽ. ഒരു മഞ്ഞ കളറും ഒരു ബ്ലൂ കളറും അടിച്ചൊരു പെയിൻ്റ് അടിച്ചൊരു ബസ്. എന്താ വെച്ചാൽ അതിനെ കുളിപ്പിച്ചിട്ട് കുറേ കാലമായും തോന്നുന്നു. ബസ്സിനൊക്കെ കുളിപ്പിച്ചിട്ട് കുറേ കാലമായും തോന്നുന്നു. ഞാൻ അങ്ങനെ കുറച്ച് നടന്നു. ഇപ്പോൾ രാത്രിയായി സമയം. താഴെ റോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ട്രാം പോകുന്ന റെയിൽവേ ട്രാക്കാണ്. ആ ട്രാമില്ലേ, ട്രാം സർവീസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാം തുടങ്ങിയ ഒരു സ്ഥലമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. മുംബൈയിലും ഉണ്ടായിരുന്നു, പക്ഷേ കൊൽക്കത്ത ട്രാമാണ് വളരെ ഫേമസ്. പിന്നെ KFC ഒക്കെ നമുക്ക് കാണാൻ പറ്റും. KFC ഒക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഒരു ഡെവലപ്പ് ചെയ്ത സിറ്റി തന്നെയാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒന്ന് നോക്കണം. ഞാൻ ഈ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു റൂമിന്. പക്ഷേ ഇവിടെ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ റൂം കിട്ടണമെങ്കിൽ ഹൗറയിലിൻ്റെ അടുത്തേക്ക് പോകണം. ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരുപാട് ലോഡ്ജുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കൊൽക്കത്തയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് റൂമുകൾ വളരെ കുറവായിരുന്നു, കിട്ടുന്നില്ല. അപ്പോൾ ബസ്സൊക്കെ വരുന്നുണ്ടോ, ബസ്. പിന്നെ ട്രാമിൻ്റെ ട്രാക്കെല്ലാം കാണാം. ട്രാം ഇപ്പോൾ ഇവിടെ നിർത്തി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ട്രാം അങ്ങനെയോ കുറച്ച് സർവീസ് ഉള്ളൂ. അപ്പോൾ രാവിലെയായി. ഞാനിവിടെ ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റൂമൊന്നുമല്ല, തല്ലിപ്പൊളി റൂമായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു ദിവസത്തേക്കാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, കൊൽക്കത്ത ഒന്ന് കറങ്ങാം. ദിസ് ഈസ് കൊൽക്കത്ത അല്ലേ. കൊൽക്കത്തയിലെ നഗരങ്ങളാണിത്. കൊൽക്കത്തയിൽ നിന്ന് അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഹൗറ വന്നു. ഹൗറയിലാണ് ഇപ്പം ഞാനുള്ള കേട്ടോ. ഹൗറയിലേക്ക് വന്നു. കൊൽക്കത്തയിൽ നിന്ന് ഹൗറയിലേക്ക് ഒരു 8 കിലോമീറ്ററാന്ന് തോന്നുന്നു. അല്ല, 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ ഉണ്ട്. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ബസ്സിൻ്റെ ട്രെയിനൊക്കെ ഉണ്ട്. ഇത് ഹൗറയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഹൗറയിലെ കാഴ്ചകളെ കാണിച്ചു തരാം. ഹൗറ ആണ് മെയിനായിട്ട്. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഹൗറ തന്നെയാണ്. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനൊക്കെ ചെറുതാണ്, ഇന്നലെ നമ്മൾ കണ്ടില്ലേ. പക്ഷേ ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലുതാണ്. ബസ്സുകളൊക്കെ ഉണ്ടോ, പല ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. പഴയ ബസ്സുകൾ കേട്ടോ, പഴയ മോഡൽ ബസ്സുകളാണ്. ഇതുപോലത്തെ ഒരു ബസ്സിലാണ് ഞാൻ ഇന്നലെ കൊൽക്കത്തയിൽ നിന്ന് ഇവിടെ ഹൗറയിലേക്ക് വന്നത്. എൻ്റെ അമ്മോ, ബസ്സിൻ്റെ ഒക്കെ കോലം കാണും ഉള്ളിലേക്ക്. പൊട്ടിപ്പൊളിഞ്ഞ പഴയ തകരം പോലത്തെ ബസ്. തകരം തന്നെ, ഒറിജിനൽ തകരപ്പാട്ടയില്ല, പാട്ട ബസ് എന്ന് പറയുന്നത് നമ്മൾ. അതുപോലത്തെ ഒരു പാട്ട ബസ്സും ആക്കിയിട്ടാണ് അവർ സീറ്റൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് ആണ് ഞാനുള്ളത്. ഹൗറ റെയിൽവേ സ്റ്റേഷനും പിന്നെ ബസ്സൊക്കെ വരുന്നതായിട്ടാണ്. ചെറിയ ബസ് സ്റ്റാൻഡുണ്ട്. ഹൗറ ബ്രിഡ്ജ് ആണ് നിങ്ങൾക്ക്. ആ വലിയ ബ്രിഡ്ജ് ഉണ്ട്, ഹൗറ ബ്രിഡ്ജാണ്. ഇവിടെ നേതാജിയുടെ ഒക്കെ വലിയ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇത് വേറെ കളർ ബസ് കേട്ടോ. രണ്ട് മൂന്ന് കളർ ബസ്സുണ്ട്. ഒന്ന് ബ്ലൂ മഞ്ഞ, പിന്നെ അത് മഞ്ഞയും ഇതേപോലെ റെഡും. അപ്പോൾ ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കണ്ടോ നിങ്ങൾ, എൻ്റെ അമ്മോ എന്ത് വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഞാൻ നോക്കുമ്പോൾ കണ്ടത് ഹൗറയാണ് കേട്ടോ. ഞാൻ ആദ്യം വെച്ച് മുംബൈയോ ഡൽഹിയാണെന്ന് വിചാരിച്ചത്. മുംബൈ ഡൽഹി അല്ല, ഹൗറയാണ്. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ അമ്മോ എന്ത് വലിയ റെയിൽവേ സ്റ്റേഷൻ. അവരൊരു കൊട്ടാരം പോലുണ്ട്. ശരിക്കും നോക്കരുത് നിങ്ങളൊരു ട്രഡീഷണൽ, ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എടുത്തായതുകൊണ്ട് ആ ഒരു കൊളോണിയൽ ഇതൊക്കെ കിട്ടും. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നമുക്ക് പോയാൽ ഗഡ്സ് കാണും. നമ്മളെ വാരണാസിയിലൊക്കെ ഗഡ്സ് കണ്ടിട്ട്, ഗഡ്സ് ആ ഓരോ പടവുകൾ, കുളത്തിലേക്കുള്ള അതേ പടവുകൾ തന്നെയാണ്. ഇവിടെ ഒരുപാട് പേര് റെസ്റ്റ് ചെയ്യുന്ന കാണും, സിഗരറ്റ് വലിക്കാനും ഭക്ഷണം കഴിക്കാനും ജസ്റ്റ് റിലാക്സിന് വേണ്ടിയിരിക്കും. നേരെ നമ്മുടെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ നേരെ മുന്നിൽ തന്നെയാണിത്. ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല ഹൗറ ബ്രിഡ്ജും അതുപോലെ ഇവിടെ ഫെറി സർവീസ് ഉണ്ട്. തൊട്ടപ്പുറം ഫെറി ഉണ്ട്, ഫെറിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ട്രെയിനൊക്കെ ലേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിൻ ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ല സോറ പറയുന്ന ഒരുപാട് ബംഗാളി പിള്ളേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, മെയിനായിട്ട് കേരളത്തിലേക്ക് വരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഗഡ്സിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കുക, സ്പെൻഡ് ചെയ്യുക. ഒരു ജസ്റ്റ് എന്ത് ചെയ്യുക, സിഗരറ്റൊക്കെ വലിക്കുന്നവർ അവിടെ നിന്ന് സിഗരറ്റൊക്കെ വലിച്ച് അവിടെ സമയം പോവും.
നല്ല രസമാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. നേരെ റെയിൽവേ സ്റ്റേഷൻ നേരെ മുന്നേ തന്നെയാണ് ഈ ഒരു ഫെറി സർവീസൊക്കെ ഉള്ളത്, അതുപോലെ ആ ഗഡ്സ് ഒക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതാണ് മോനെ കുഡ്ലൻ ഹൗറ ബ്രിഡ്ജ്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് നമുക്ക് ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല. നമ്മൾ മുമ്പ് ഇതിൻ്റെ ചെറിയ രൂപമായിരുന്ന തലശ്ശേരിയിൽ മൊയ്തു പാലം, അതുപോലെ കോഴിക്കോട് ഒരു പാലമുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കുപ്പത്തുണ്ടായിരുന്നു, തളിപ്പുറം കുപ്പത്തിലൊക്കെ ഇതേപോലെ ഒരു ബ്രിഡ്ജൊക്കെ പോലെ ഓർമ്മയുണ്ട്. ഇതേപോലെ ഒരു ഇരുമ്പ് ബ്രിഡ്ജില്ലേ, ബ്രിട്ടീഷുകാരെടുത്ത മികവാണ്, അവരുടെ മികവാണിത്. അതിപ്പോഴും കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരുമ്പ് പാലം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് കൊൽക്കത്തയിലാണ്, ഹൗറ ബ്രിഡ്ജ്. ഒരുപാട് സിനിമകളിലൊക്കെ ഇതുണ്ട്. എമ്മാതിരി എൻജിനീയറിങ് മികവ് എന്നറിയാം. അത്ര പവർഫുള്ളായ ടണ്ണ് സ്റ്റീലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പവർഫുള്ളായ പൈലിംഗ് നടത്തിയ എന്താ പറയുക തൂണുകളിലാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. നിലക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതൊക്കെ. ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടക്കാർ അവരുടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മെയിൻ തുമ്മാനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ തുമ്മാൻ എന്ന് പറയുന്നത് നമ്മളെ ബീഡൊക്കെയാണ് മെയിൻ ഒരുക്കി വെക്കുന്നത്. പിന്നെ വേറെ എന്താ പറയുക ഫോൺ ഐറ്റംസ്, ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനത്തെയൊക്കെ ബാഗ്, അതൊക്കെ ഇവിടെ ഒരുക്കി വെക്കുന്നതാണ്. ഇത് കണ്ട ആ വെറ്റില മുറുക്കുന്ന ആ തുമ്മാൻ എന്ന് പറയുന്ന സാധനം, അത് ഇവിടെ നമ്മളെ ബീഡ എന്ന് പറയുന്നില്ലേ, അതാണ് ഇവരുടെ മെയിൻ സാധനം. അത് ഇവരുടെ നമ്മുടെ വരുന്ന നാട്ടിൻപുറത്തെ നമ്മുടെ നാട്ടിൽ പണിക്ക് വരുന്ന ബംഗാളികളെ അല്ല ആസാംകാരെ നോക്കിയാൽ മതി, അവർ ഇത് ചവച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഇനി പഴയ ആൾക്കാരൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സിഗരറ്റൊക്കെ വരുന്ന ആ സമയത്ത് തന്നെ. പക്ഷെ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ചെറുങ്ങനെ നിർത്തി. ഇപ്പം നമ്മുടെ ആൾക്കാരൊന്നും അങ്ങനെ വിൽക്കാറില്ല. ബീഡൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഇവർക്ക് ഈ ആസാം നോർത്ത് ഈസ്റ്റ് പോയ മെയിൻ ഇവരുടെ കച്ചവടം അതാണ്, ആ സാധനം. അവിടെ മെയിൻ ഇത് ഈ പുകയില എന്ന് പറയുന്നത് അവിടുത്തെ അഗ്രികൾച്ചറാണ്, അവിടുത്തെ ഒരു കൃഷി തന്നെയാണ് പുകയില കൃഷി എന്ന് പറയുന്നത്. അവിടെ ആ സാധനം ചെയ്യും, അത് എല്ലാവരും ഇരുന്ന് വാങ്ങിച്ചവക്കും. ആസാമിലൊക്കെ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ളത് ഇത് കണ്ട, ഹൗറയിലെ കൂടെ ഒഴുകുന്ന ഇത് ഏത് നദിയാണ്? എനിക്കൊന്ന് ഗംഗയാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഗംഗയാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി ഇതേത് ബ്രിഡ്ജ് നദിയാണെന്ന്. സോ അതിൻ്റെ മുകളിലാണ് ഈ ഹൗറ ബ്രിഡ്ജ് ഉള്ളത്. എൻ്റെ അമ്മോ, വല്ല കിടലം ബ്രിഡ്ജാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഉണ്ടാക്കിയതാണ്. നല്ല വീതിയുള്ള വിസ്താരമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. വൈകുന്നേരവും രാവിലെയാണ് ആൾക്കാർ ജോലിക്ക് പോകുന്നത്. ഇവിടുന്ന് അപ്പുറത്തേക്ക് നടന്നിട്ട് ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നടന്നിട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഞാൻ പിന്നെ മനസ്സിലാക്കിയുള്ള വേറെ കാര്യം എന്താണെന്ന് അറിയോ, കൊൽക്കത്ത എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ഫ്ലാറ്റിൽ നോക്കുകയാണെങ്കിൽ വലിയ സിറ്റിയാണ്. പക്ഷെ മുംബൈ, ഡൽഹി അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ പോലെയൊന്നും വലിയ എന്താ പറയുക അമ്പരചുംബികളൊന്നുമില്ല, ബിൽഡിങ്ങുകളൊന്നുമില്ല. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്നില്ല നമ്മൾ, സ്കൈ സ്ക്രാപ്പർ, അതൊന്നും വളരെ കുറവാണ്. അതൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ഉണ്ട്, IT കമ്പനികളൊക്കെ കുറച്ചുണ്ട്, ചെറിയൊരു സ്ഥലത്തൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒന്നും മുംബൈൻ്റെ അത്ര ഇല്ല. അതാണ് വേറൊരു കാര്യം. ഡൽഹിയുടെ അത്രയൊന്നും ഇവിടെ ആ വലിയ ബിൽഡിങ്ങുകളൊന്നും ഫ്ലാറ്റുകളൊന്നും ആ രീതിയിൽ അത്ര വന്നിട്ടില്ല. ചെറിയ ചെറിയ ഫ്ലാറ്റുകളൊക്കെ ഉള്ളത്. ഫ്ലാറ്റ് തീരില്ല എന്നല്ല, ഉണ്ട്, ശരി തന്നെയാണ്, ഉണ്ട്. എന്നാലും മുംബൈയുടെ അത്ര വന്നിട്ടില്ല. സോ ഞാനിവിടെ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇവിടെ വണ്ടികളൊക്കെ പോയി നോക്കുന്ന കണ്ടു. പഴയ നമ്മുടെ ഒരു മമ്മൂട്ടീൻ്റെ ഒരു സിനിമയിലുണ്ട് ഇത്, ഈ ബ്രിഡ്ജ് കാണിക്കുന്നുണ്ട്. അത് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഈ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബ്ലൂ കളറ് റെഡ് കളറിലൊരു ബസ് ഉണ്ട്. ഞാൻ പറഞ്ഞ തകരം പോലത്തെ ബസ് അതാ വരുന്നുണ്ട്, ആ ദൂരത്ത് വരുന്നത്. പിന്നെ ഒരു റെഡ് കളറും മഞ്ഞ കളറും, ഇതൊക്കെയാണ് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ലോക്കൽ KSRTC നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന പോലത്തെ ഒരു ബസ്. പക്ഷെ കണ്ടിട്ട് പല ബസ്സുകളും ഭയങ്കര ദ്രവിച്ച അവസ്ഥയിലാണ് കേട്ടോ. പിന്നെ ആ ഒരു രീതിയിൽ ഇവർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിച്ച് പോകുന്നതായിരിക്കും. ട്രാം സർവീസിനെ പറ്റി ഞാൻ അന്വേഷിച്ച് പറഞ്ഞു, ട്രാം സർവീസ് നിർത്തി എന്നാണ്. കൊൽക്കത്തയിൽ ഏകദേശം ട്രാം സർവീസ് നിർത്തി. പിന്നെ അപൂർവമായിട്ട് ട്രാം ഉണ്ട്, നമുക്ക് ട്രാം സർവീസ് നോക്കണം. കാരണം അതെൻ്റെ ഭയങ്കര ലിസ്റ്റിലുണ്ടായതാണ്. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ കൊൽക്കത്തയിലെ ട്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ട്രാമാണ്. മുംബൈയിലൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ട്. മുംബൈയിലൊക്കെ ട്രാം സർവീസ് നിർത്തിയിട്ടും പിന്നെ കൊൽക്കത്തയിലെ ട്രാം സർവീസ് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായത്. പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് നിർത്തി. കാരണം ഒന്നാമത് ജനപ്പെരുപ്പം, ആൾക്കാർ കൂടി, വണ്ടികളൊക്കെ കൂടി. ഈ ട്രാം പഴയ രീതിയിൽ എന്താ പറയുക പഴയ കടകട സോവിയറ്റ് യൂണിയനില്ലേ, നമ്മുടെ പഴയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഉപയോഗിച്ച രീതിയിലുള്ള ട്രാമുകളൊക്കെ ആയിരുന്നു അവർ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതിന് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ റോഡിലെ തിരക്കെല്ലാം കൊണ്ട് ഈ പഴയ ട്രാം സർവീസൊന്നും അങ്ങനെ ഓടാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ കൊണ്ട് നിർത്തി. എന്നാലും 1-2 സ്ഥലത്ത് ഇപ്പോൾ ട്രാം സർവീസ് ഉണ്ട്.
ആ പഴയ ട്രാം യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി അതിനെ നിലനിർത്തി പോകുന്നതാണ് പറഞ്ഞത്. എസ്പ്രാൻസ എന്നുള്ള എസ്പ്രാൻസ ആ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടത്തേക്ക് നമുക്ക് പോകണം. അവിടത്തേക്ക് പോയിട്ട് നമുക്ക് ട്രാം നോക്കാം. ട്രാം ഉണ്ടെങ്കിൽ നമുക്ക് ട്രാം എന്ത് ചെയ്യാമെന്ന് കാണാം. ഓക്കെ, ട്രാം അവിടെ അല്ലെങ്കിൽ ട്രാം പോലത്തെ എന്തെങ്കിലും ട്രാമിൻ്റെ ബാക്കി ഭാഗങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ, വല്ല ബോഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കണ്ടു കളയാം. അതല്ലാതെ വേറെ വഴിയില്ല. സോ ഞാനിവിടെ ബ്രിഡ്ജിൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഈ കൽവഴിയിൽ കുറേ മുള്ളുകളൊക്കെ വെച്ചാണ്ടാ ആൾക്കാർ ഇത് ചാടി ചിലപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുകളിലോട്ട് വെച്ചത്. കണ്ട, ഈ കൈപ്പിടിയിലിൻ്റെ ഇവിടെ കുറച്ച് മുകളിൽ നല്ല മുള്ളുകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ഒരു ആവേശത്തിന് അതിൻ്റെ മുകളിൽ കയറുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് ഒരുപാട് പേര് വരുന്ന വലിയൊരു ഏരിയയാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ തൊട്ടപ്പുറമുണ്ട്. സോ ചില ആൾക്കാർ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് മുകളിലോട്ട് ചാടി താഴേലേക്ക് പുഴയിലേക്ക് ചാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേ. സോ ഇതാണ് ഫേമസ്. നമ്മുടെ കൊൽക്കത്ത എന്ന് കേൾക്കുമ്പോൾ ഈ ഹൗറ ബ്രിഡ്ജ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഇവിടെ വരിക, ഇത് കാണുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇനി പോകുന്നത് ഫെറിയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ നേരെ മുന്നിൽ തന്നെ ഇതൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ചെറിയ ഫെറി ഉണ്ട്, ചെറിയ ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക്, അപ്പുറത്തെ കരയിലേക്ക് ഒരു ഹൗറ ജെട്ടി. അവിടെ നിന്ന് ഹൗറ ജെട്ടിയിലുള്ളത് കണ്ട, ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, വെസ്റ്റ് ബംഗാൾ. അതുപോലെ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അപ്പുറത്തെ കരയിലേക്ക് പോകാം. ജസ്റ്റ് എല്ലാം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ബോട്ടും ട്രെയിനും ഇതൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കയറിയത് അകത്താണ് ഉള്ളത്. അകത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ബോട്ട് പ്രശ്നമില്ല, അത്യാവശ്യം നല്ല ബോട്ട് തന്നെ, ക്വാളിറ്റിയുള്ള ബോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയാൽ നമ്മളെ ബോട്ട്, കൊച്ചിൻ ബോട്ട് കാട്ടി ജങ്കാറൊക്കെ ഇല്ല, ജങ്കാർ എന്ന് പറയുന്ന ജങ്കാർ ഏകദേശം അതേ സംഭവം തന്നെയാണ്. പക്ഷെ വണ്ടി കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. വണ്ടി കൊണ്ടുപോകാൻ നമുക്കൊന്ന് വേറെ ജങ്കാർ വേറെ അപ്പുറം നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാവും അത്. സോ ദിസ് ഈസ് കൊൽക്കത്ത, ചരിത്രമുറങ്ങുന്ന കൊൽക്കത്ത. അത് അപ്പുറം ദൂരെ കാണുന്നത് വേറെ ബ്രിഡ്ജാണ് കേട്ടോ. അത് അടൽ സേതു ബ്രിഡ്ജാണ് തോന്നുന്നു, അത് വേറെ ബ്രിഡ്ജ്. സോ അപ്പുറത്തെ കര ലക്ഷ്യമായിട്ടാണ് പോകുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാനിവിടെ അങ്ങനെ നിന്നു. നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ അല്ലെങ്കിൽ ഒരുപാട് പങ്കുവച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. ഒരുപാട് ചരിത്ര പ്രസിദ്ധമുള്ള സ്ഥലമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ കലാപം നടന്ന സ്ഥലമാണ്. ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളും അതുപോലെ ഇവിടുത്തെ ഹിന്ദുക്കളും അങ്ങനെ ഒരുപാട് പാർട്ടീഷൻ സമയത്തൊക്കെ ഒരുപാട് കലാപങ്ങൾ നടന്ന സ്ഥലമാണിത്. സില്ലുഗുരി ഇടനാഴി ആണ് വെസ്റ്റ് ബംഗാൾ അല്ലേ. നമുക്കറിയാം സില്ലുഗുരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വെസ്റ്റ് ബംഗാളിലെ. മെയിൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ജോലിക്ക് വരുന്നത് സില്ലുഗുരി എന്നാണ്. സില്ലുഗുരി, ആ സില്ലുഗുരി ഇടനാഴി ശരിക്കും ഇന്ത്യയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ത്യക്ക് കിട്ടിയത്. അതിൽ നമുക്ക് ഈസ്റ്റ് സൈഡിലേക്കെല്ലാം നമ്മൾക്ക് പോകാം അല്ലേ, ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അതായത് ആസാം, മിസോറാം, ത്രിപുരയിലേക്കെല്ലാം. അതിൻ്റെ താഴെയാണ് ബംഗ്ലാദേശൊക്കെ ഉള്ളത്. ബംഗ്ലാദേശും പിന്നെ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ മ്യാൻമറൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ആ ഇത് ഇടനാഴിയൊക്കെ ശരിക്കും ഇന്ത്യക്ക് കിട്ടിയത് വളരെ കുറവാണെന്നാണ് ഞാൻ പറയാം. കുറച്ചും കൂടിയും ബംഗ്ലാദേശിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് അവകാശപ്പെട്ടതായിരുന്നു, കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. അതുപോലെ നമുക്കറിയാം ഇവിടെ ഉണ്ടായ വ്യക്തി ഇന്ത്യൻ നാഷണൽ ആർമി അല്ലേ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്ഥലം കൂടിയാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. നമുക്ക് വീടൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്, നമുക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ ആർമി അല്ലേ, ഗാന്ധിജി ശരിക്കും എന്താ പറയുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സമാധാനത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിലേക്കൂടി സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി പോരാട്ടത്തിലേക്കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. സോ നമ്മൾ നമുക്ക് അത് വിടാം. ഇപ്പോഴത്തെ കരയിലേക്ക് ഞാൻ എത്തി. ഇതാണ് ലോക്കൽ സബർബൻ ട്രെയിൻ എന്ന് പറയുന്നില്ല, നമ്മൾ മുംബൈയിൽ കണ്ട സബർബൻ ട്രെയിനുകൾ, മെമു എന്നൊക്കെ നമ്മൾ പറയുന്ന മെമു ട്രെയിൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, കേരളത്തിലൊക്കെ. മുംബൈയിലൊക്കെ മുംബൈ ഉണ്ട്, കൊൽക്കത്ത മുംബൈയിൽ, ഡൽഹിയിലൊക്കെ മുംബൈ നമുക്കിത് കാണാൻ പറ്റും. സോ ആ ട്രെയിനാണ് കേട്ടോ. ഏകദേശം അതിൻ്റെ പെയിൻറ്റിങ് നമ്മുടെ മുംബൈയിലൊക്കെ ഏകദേശം അതേപോലത്തെ പെയിൻറ്റിങ്ങുകൾ തന്നെയാണ്.
അപ്പോൾ ഞാനൊന്നിൽ കയറി വെറുതെ. ഇത് കയറിയിട്ട് ഞാനാകെ പെട്ടുപോയി. തീരെ വൃത്തിയില്ലാട്ടാ, നാറിയിട്ട് പൊട്ടുന്നു ശരിക്കും. മുംബൈ ട്രെയിൻ പിന്നെ ഓക്കെയാണ്, പക്ഷേ ഈ കൊൽക്കത്തയിലെ ഹൗറയിൽ നിന്ന് ഞാൻ കയറിയ സബർബൻ ട്രെയിൻ, ലോക്കൽ ട്രെയിൻ ആകെ ദൂഷിപ്പിച്ച് മണത്ത് നാറ്റം. ഭയങ്കര സ്മെല്ല് ഇതിനകത്ത്, ഇറച്ചീൻ്റെയും മീൻ്റെയൊക്കെ സ്മെല്ലുണ്ട്. എന്താ ഇതൊക്കെ നോക്കുക, വേസ്റ്റൊക്കെ ഇട്ട് ഈ സീറ്റുകളിലൊക്കെ ഫുൾ അഴുക്കായിട്ട് ഞാൻ ഇതിൽ കയറുമ്പോൾ നാറിയിട്ട് പൊട്ടുന്നു. ഒരു പ്രൊഫഷണൽ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായില്ലേ, കൊൽക്കത്ത മുംബൈയും കമ്പയർ ചെയ്യുമ്പം കൊൽക്കത്ത വലിയ സിറ്റിയാണ്, മുംബൈയും വലിയ സിറ്റിയാണ്. പക്ഷെ കൊൽക്കത്ത എന്ന് പറയുന്നത് ആ പഴയ കൾച്ചറും കൊണ്ടാണ് ഇപ്പോഴും പോകുന്നത്. ഞാൻ പറഞ്ഞ ഈ ബീഡ, പുകയില, തുമ്മാന്, പിന്നെ ഈ എന്താ പറയുക, ആൾക്കാർക്ക് ഒരു ബോധവും ഒരു പ്രൊഫഷണൽ ടച്ച് വന്നിട്ടില്ല. പ്രൊഫഷണലുകൾ ഞാൻ പറഞ്ഞില്ല, കമ്പനികളൊക്കെ കുറവാണ്, പ്രൊഫഷണൽസുകൾ ഉണ്ട്, എന്നാലും മുംബൈൻ്റെ അത്ര ഇല്ല. മുംബൈ ആ പഴയ കൾച്ചറും കൊണ്ട് പോവുകയാണെങ്കിലും മുംബൈ ഹൈടെക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. IPL സ്റ്റേഡിയങ്ങളുണ്ട്, എയർപോർട്ടുകൾ, വലിയ എയർപോർട്ടുകളുണ്ട്. മുംബൈയിൽ ആ പ്രൊഫഷണൽസുകൾ, IT കമ്പനികൾ ഒരുപാടുണ്ട്. പക്ഷേ കൊൽക്കത്തയിൽ അത്ര ഇല്ല. അതുകൊണ്ടാണ് ഇതിലൊക്കെ വരുമ്പോൾ വൃത്തിയില്ല തീരെ. സബർബൻ ട്രെയിനൊക്കെ വൃത്തിയില്ല, നാറിയിട്ട് ഭയങ്കര നാറ്റം. ഇറച്ചീൻ്റെ ഒക്കെ മീനിൻ്റെ ഒക്കെ ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഞാൻ അങ്ങനെ ഞാൻ ഇരുന്നിട്ടില്ല ആക്ച്വലി. സോ അതാണ് കൊൽക്കത്തയിൽ ഞാൻ മനസ്സിലാക്കിയത്. അത് എല്ലാ കാര്യം ആ പഴയ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണോ ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പ് പോകുന്നത്, അത് തന്നെയാണ് കൊൽക്കത്തയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്കൈ സ്ക്രാപ്പേഴ്സ് ഒന്നും കൊൽക്കത്തയിൽ നമുക്ക് കാണാൻ പറ്റില്ല, മുംബൈയുടെയോ ഡൽഹിയുടെയോ അത്ര. പക്ഷേ ഈ നിരപ്പായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ സിറ്റി തന്നെയാണ്, മനസ്സിലായോ? ഫ്ലാറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു നമുക്ക് സഞ്ചരിക്കാനാണെങ്കിൽ ഒരുപാട് സഞ്ചരിക്കാനുള്ള രീതിയിൽ വലിയ കൊൽക്കത്ത നഗരം എന്ന് പറഞ്ഞാൽ വലിയ നഗരം തന്നെ, വലിയ നഗരം തന്നെയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. നല്ല രസം തന്നെയാണ്. നമുക്ക് ഈ എന്താ പറയുക, ഈ നല്ല ഗാർഡനിങ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തൊട്ടപ്പുറം കണ്ട നമ്മൾ വന്ന ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പുറം നല്ല ഗാർഡനിങ്ങും അതുപോലെ ഗഡ്സുകളാക്കിയിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഹൗറ ബ്രിഡ്ജിൽ കണ്ട പോലത്തെ ആ ഒരു ഗഡ്സുകൾ തന്നെയാണ് ഇവിടെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് നടന്നു, അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി കുറച്ച് നടന്നിട്ട് കാണാമെന്ന് വെച്ചു കാര്യങ്ങളൊക്കെ. സോ നല്ല രസം തന്നെ. ഇപ്പുറം നല്ല റോഡുണ്ട്, അപ്പുറം നല്ല റെയിൽവേ ബ്രിഡ്ജൊക്കെ ആക്കി, ഇപ്പുറം ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് വേറെ ബ്രിഡ്ജാണ് കേട്ടോ, അടൽ സേതു ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജാണത്. പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാരെടുത്ത ഒരു പഴയ ഒരു ചെറിയൊരു മൗണ്ട്മെൻറ്റ് നമുക്ക് പറയാം, ഒരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു ചെറിയ സ്മാരകം പോലത്തെ ഒരു പരിപാടി. അപ്പോൾ ഇവിടെ ഞാൻ വന്നു, ഇവിടെ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ തന്നെയാണ് കൊൽക്കത്തയിലെ മെയിനായിട്ട് കാണാനുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് വലിയ ബ്രിഡ്ജ് വേണം. സോ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. രാത്രി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ബ്രിഡ്ജ് കാണാം, അടൽ സേതു ബ്രിഡ്ജ് പോലത്തെ വലിയ ബ്രിഡ്ജ്. നമ്മളെ കേബിൾ ടൈറ്റ് ബ്രിഡ്ജില്ലേ, കേബിൾ കൊണ്ട് നല്ല ടൈറ്റാക്കി എടുക്കുന്ന ബ്രിഡ്ജുകളൊക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതന്നെ ജെയിംസ്. പിന്നെ ഉള്ളത് വിക്ടോറിയ മെമ്മോറിയലാണ്. അത് നമുക്ക് അവിടത്തേക്ക് പോകണം. വിക്ടോറിയ മെമ്മോറിയൽ നമുക്ക് കാണേണ്ട വേറൊരു കാഴ്ച തന്നെയാണ്. കൊൽക്കത്തയിൽ വന്നാൽ മെയിനായിട്ട് കാണേണ്ടത് വിക്ടോറിയ മെമ്മോറിയലാണ്. നല്ല അടിപൊളി കിടിലൻ ബിൽഡിംഗ് ആണത്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ, വിക്ടോറിയ മെമ്മോറിയലിലേക്ക്.
സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ബ്രിഡ്ജ് കാണാം കേട്ടോ. അതുപോലെ നമ്മളെ ഗഡ്സ് പോലെ തന്നെ ഇറങ്ങാനുള്ള പടവുകളൊക്കെ ഉണ്ട്. ഇവിടെ പിള്ളേർ വരികയും അല്ലെങ്കിൽ വൈകുന്നേരത്തിന് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈം പാസിന് വേണ്ടി ഇവിടെ വരുന്ന കപ്പിൾസിനൊക്കെ കാണാൻ പറ്റും. അത് നല്ല രീതിയിൽ തന്നെ അവർ വെച്ചിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ മോശമില്ല, രീതി ചെയ്തതും മോശമില്ല. കാരണം ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്, തൊട്ടപ്പുറത്ത് എന്താ പറയുക ഫെറിയിൽ നിന്ന് നമുക്ക് അപ്പുറത്തുനിന്ന് ഹൗറയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഫെറിയിലേക്ക് വരാം. ഇത് ഗാർഡനാണ്. അതുപോലെ ഗഡ്സ് ഉണ്ട്. റെയിൽവേ അല്ല, സബർബൻ ട്രെയിൻ ഉണ്ട്. സബർബൻ ട്രെയിനിൻ്റെ തൊട്ടപ്പുറം എന്ത് ചെയ്യുന്നു റോഡ് അതുപോലെ നമുക്ക് സൈക്കിൾ ഓടിച്ച് വരാനുള്ള സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. കണ്ട ഇങ്ങനെ അപ്പുറം നമുക്ക് ട്രെയിൻ കാണാം. ഇവിടെ നല്ല ഗാർഡൻ ഉണ്ട്, ഗഡ്സ് ഉണ്ട്, അപ്പുറം ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് കുറച്ച് നടന്നാൽ നമുക്ക് ജെട്ടി ഉണ്ട്. ജെട്ടി അപ്പുറത്തേക്ക് ഹൗറ ബ്രിഡ്ജ് കാണാം. അപ്പുറത്തെ സൈഡിൽ ഈ റെയിൽവേ ട്രെയിനിൻ്റെ അപ്പുറ സൈഡ് റോഡുണ്ട്, നടക്കാനുള്ള നല്ല ഫുട്പാത്തൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ ഒരു സംഭവം, ഈ ഒരു സിസ്റ്റം ഇവിടെ വരെയുള്ളത് സൂപ്പറാക്കി എടുത്തിന്, അടിപൊളിയാക്കി എടുത്തിന്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് അല്ലെങ്കിൽ കൊൽക്കത്തയിലെ ഈ എന്താ പറയുക ഈ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റി സൂപ്പറായിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഇതുണ്ട്. കാരണം ആൾക്കാർക്ക് എളുപ്പത്തിൽ വന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ പാർക്കിലൊക്കെ ആൾക്കാർ കുറവാണ്. ഞാനിവിടെ ഇങ്ങനെ നടന്നു. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഇതൊക്കെ തന്നെയാണ്. പിന്നെ ആ ട്രെയിനൊക്കെ ഒന്ന് സൂപ്പറാക്കി എടുത്താൽ മതി. നല്ല ടൂറിസത്തിനൊക്കെ നല്ല സാധ്യതയുള്ള ഒരു നഗരം തന്നെയാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. കൊൽക്കത്ത മെയിനായിട്ട് ഹൗറയാണ് കേട്ടോ. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെറുത് തന്നെയാണ്. ഇതിന് കൊൽക്കത്ത ടൗണൊക്കെ കുറച്ച് വലുത് തന്നെയാണ് കണ്ടത്. ബട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഹൗറ കണ്ടത്. ഹൗറയാണ് വലിയ സിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ. എനിവേ ഞാനിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആൾക്കാരൊക്കെ കുറവട്ടോ. ഒന്നാതിപ്പോൾ ഒരു 10-11 മണിയായ സമയം. വൈകുന്നേരങ്ങളിലേക്കും ആൾക്കാർ കുറച്ച് കപ്പിൾസൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക കൊൽക്കത്തയിലെ മെയിൻ ബസ്സുകളും മഞ്ഞ അംബാസഡർ ടാക്സികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. ആ അംബാസഡർ കാറിൻ്റെ സെൽഫി ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പം ഇതാണ് ബസ് എന്ന് പറയുന്നത്. ബസ് കണ്ടിട്ടില്ലേ? ഇതാണ് ബസ്. പല ബസ് ഒരു തകരം പോലത്തെ ബസ്സാട്ടാ. സൗണ്ടൊക്കെ ഭയങ്കര സൗണ്ട്, കട സൗണ്ട്. പിന്നെ ലോ ഫ്ലോർ ബസ് ഞാൻ കണ്ടിട്ടുണ്ട്. AC ബസ് ഉണ്ട് കേട്ടോ. AC ബസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. AC ബസ് ഉണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ പഴയ എന്താ പറയുക ഹൗറയിൽ നിന്ന് ഞാൻ കൊൽക്കത്ത ഭാഗത്ത് എവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒരു ബംഗാളി ഭാഷയിലായതുകൊണ്ട് ബംഗ്ലാളി ഭാഷ അല്ലെങ്കിൽ ബംഗ്ല എന്ന് പറയാം. ബംഗ്ല ഭാഷ. ഇതാണ് നിങ്ങൾ ട്രാമിൻ്റെ ട്രാക്ക് കണ്ട, റെയിൽവേ ട്രാം സർവീസ് തന്നെയാണ്. ഒരു കാലത്ത് ഇവിടെ മെയിൻ കൊൽക്കത്ത എന്ന് പറയുന്നത് ഓടുക എന്ന് പറയുന്ന ട്രാം തന്നെയാണ്. ഇന്ത്യയിൽ ട്രാം സർവീസ് കൊൽക്കത്തേൻ്റെ അത്ര ഓടിയ വേറൊരു സ്ഥലവുമില്ല. അത്ര ഓടിയിട്ടുണ്ട് ട്രാം എന്ന് പറയുന്നത്. സോ അവിടെ നമുക്കൊരു ട്രാമിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ട്രാമിൻ്റെ ഓഫീസൊക്കെയാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. അതിപ്പോൾ ഏകദേശം നിർത്തി. പിന്നെ ഏതൊരു ചെറിയൊരു സ്ഥലത്തൊരു സർവീസ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. അവിടെ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. ഇത് ട്രാമിൻ്റെ ഓഫീസൊക്കെ എവിടെയാണെന്നാണ് കേട്ടത്. അതുപോലെ ട്രാമിൻ്റെ ഒരു മ്യൂസിയമൊക്കെ ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചുപോയി. ക്യാമറ അലൗഡ് അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാ, ബ്രിട്ടീഷുകാരുടെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാ. ഇത് ട്രാമിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ക്യാമറയിൽ എടുത്തായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആൾ വന്നിട്ട് പറഞ്ഞു ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് കണ്ടിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ക്യാമറ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ലല്ലോ. പഴയ ഒരു ട്രാമിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് അവിടെ തന്നെ വെച്ചിരിക്കുന്ന വേറൊരു പഴയ ട്രാമാണ് കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ ഇത് നമ്മൾ മെയിനായിട്ട് ഈ സോവിയറ്റ് രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, പഴയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലത്തെ ട്രാമാണ്. ഒരു തകരം പോലത്തെ. ഇതൊന്നും ആരിപ്പോൾ ഉപയോഗിക്കില്ല. ഇങ്ങനെ കട സൗണ്ടൊക്കെ വരും. അന്ന് ഇതൊക്കെ വളരെ നമുക്ക് കൗതുകമായിരിക്കും. പക്ഷെ ഇന്ന് വെച്ചാൽ നമ്മൾക്ക് മെട്രോ ഒക്കെ വന്നില്ലേ, അത്യാധുനികമായ മെഷീനുകളും മെറ്റീരിയലുകളൊക്കെ നമ്മളിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇത് വേണമെങ്കിൽ ഒരു ഭംഗിക്കോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പർപ്പസിനോ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം ഓടിക്കാം. ടൂറിസ്റ്റുകളൊന്ന് കാണാൻ വേണ്ടി പഴയ കാലത്തെ ഒരു വാഹനം കാണാൻ എന്ന രീതിയിലൊന്ന് ഓടിക്കാം. അല്ലാതെ ഇന്നിത് മുഴുവനായിട്ട് ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇതിനകത്ത് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടോ. മരമാണ് മെയിനായിട്ട് ഉപയോഗിച്ചത്. വുഡുണ്ട്. സീറ്റൊക്കെ നോക്കുമ്പോൾ കണ്ട മരം ഉപയോഗിച്ചിരിക്കുന്നത്.
അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ട്രാം സർവീസ് വേറെ എവിടെയും ഇല്ല. സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടല്ലേ. മുംബൈയിലുണ്ടായിരുന്നു മുമ്പ്, പിന്നെ മുംബൈയിൽ നിർത്തി. കൊൽക്കത്തയിൽ ഈ അടുത്ത കാലം എനിക്കൊന്ന് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇവർ അത് നിർത്തിയത്. ഇതാണ് ട്രാം എന്ന് പറയുന്നത്. സൗണ്ടൊക്കെ മണി അടിച്ചിട്ടാണ് പോവുക, ടിന്നൊക്കെ. ഇത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ പഴയ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ കാരണം വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസം ഭയങ്കര പടർന്നു കയറിയതാണല്ലോ. അതുകൊണ്ടായിരിക്കാം, പിന്നെ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം വന്നത്. പക്ഷേ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള ട്രാം കണ്ടിട്ടുണ്ട് നിങ്ങൾ? ദുബായിലൊക്കെ ഉള്ള ട്രാം പോയിട്ടുള്ളവർക്ക് അറിയാം ദുബായിലൊക്കെ എങ്ങനെയാണ് ട്രാം സർവീസ് ഓടുന്നത്. ആ രീതിയിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇതൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. തുപ്പാൻ ആൾക്കാരുണ്ടാവും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഹൈജീൻ. ഞാനിപ്പം ഈ ഇന്ത്യയിൽ കൊൽക്കത്ത വരെ എത്തി. ഞാൻ കന്യാകുമാരിയിൽ നിന്ന് യാത്ര ചെയ്ത് കൊൽക്കത്ത വരെ എത്തിയപ്പോൾ ഞാൻ കണ്ടില്ല കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ടതില്ല. നീറ്റ്നെസ് ഇല്ല. ഇന്ത്യയിൽ ക്ലീനിങ് ഒക്കെ വളരെ കുറവ് തന്നെയാണ്. അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. അത് വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ക്ലീൻ സർവീസ് ഒന്നും വളരെ കുറവാണ്. ടോയ്ലറ്റുകളൊക്കെ ആയി വരുന്നുള്ളൂ ഇപ്പോൾ ഉണ്ട് കേട്ടോ. സോ ഞാൻ അവിടെ നിന്ന് എത്തി. ഇപ്പോൾ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്തെത്തി. നല്ല അടിപൊളി പാലസാണ്. ഡൊമീറ്റിയൻ പഴയ ഗ്രീക്ക് ദേവനൊക്കെ ആണ് തോന്നുന്നു. പഴയ ഇതൊക്കെ വെച്ച് ഇത് വിക്ടോറിയ മെമ്മോറിയലാണ്. പണ്ട് എന്താ പറയുക, നമ്മളെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൊൽക്കത്ത ഭരിച്ചവരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിക്ടോറിയ ഒരു മെമ്മോറിയൽ ഒരു രാജകുടുംബത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. സോ എനിവേ നമുക്ക് അകത്തേക്ക് പോവാം. ടിറ്റസ് പഴയ ഗ്രീക്ക് ദേവന്മാരുടെ ഫോട്ടോസാണ്, ശില്പമാണ് ഇതൊക്കെ. കുറേ ആൾക്കാരുടെ പേരൊക്കെ കാണുന്നുണ്ട്. സോ ദിസ് ഈസ് വിക്ടോറിയ മെമ്മോറിയൽ. ഇവിടെ താഴെ ഈ കല്ല് വെച്ച് പാകിയത് ഒരു സുഖമില്ല ശരിക്കും. കല്ല് വെച്ച് ഇട്ടാണ് ഇവിടെ താഴെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. എനിവേ കുറച്ച് നമുക്ക് നടന്നു നോക്കാം. നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഇത് കിടലനായി നല്ല സൂപ്പർ. എഡ്വാർഡ്സ് റെക്സ് ഇംപറേറ്റേഴ്സ്. ഹലോ, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്തെത്തി. ഞാൻ ദൂരത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മാർബിളാണ്, നമ്മുടെ താജ്മഹലൊക്കെ പോലത്തെ. പക്ഷെ മാർബിൾ കല്ലല്ല, മാർബിൾ ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല. മറ്റേ വൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. നോക്കട്ടെ, നമുക്ക് അടുത്ത് പോയി നോക്കാം ഇതെന്ത് കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇതില്ലേ ഈ ഫ്ലോറ്, ഈ നമ്മളെ ഇവിടുത്തെ താഴത്തെ ഇതരം കല്ലാണ് ഉപയോഗിച്ചത്. നടക്കുമ്പോൾ ഭയങ്കര വേദന എടുക്കുന്നത്, കല്ല് കുത്തിയിട്ട്. അത് നല്ല രീതിയിൽ ഇത് പാകം ചെയ്യണമായിരുന്നു. സൈഡിലേക്ക് കൂടി ഞാൻ നടന്നു. ഇവിടെ ഈ താഴെ
ചെറിയ ചെറിയ കല്ലുകളുണ്ടല്ലോ, നമ്മൾ ആ മിനുസുള്ള നൈസ് കല്ല്. സോ ഞാനിവിടെ എത്തി. ഇത് നമുക്ക് ഇവിടുന്ന് കാണാം, നല്ല വലിയ കല്ലുകൾ ഉണ്ടാക്കിയ വിക്ടോറിയ മെമ്മോറിയൽ. ഇറ്റ്സ് എ സൂപ്പർ പ്ലേസ്. കൊൽക്കത്തയിൽ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേക സൈഡിലേക്ക് കൂടി പോയിട്ട് കയറണം. ഓക്കെ, നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് സൂപ്പറായിട്ട് എടുത്തിരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും സിനിമകളിൽ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മേ ബി ഹിന്ദി സിനിമയിലുണ്ടാവും, മലയാള സിനിമയിലൊന്നും ഉണ്ടാവില്ല. മലയാള സിനിമയിലൊന്നും ഇത്രയും ഇവിടെ വന്നിട്ട് ബഡ്ജറ്റ് ചെയ്യേണ്ട അവസ്ഥ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ ഹിന്ദി സിനിമയിൽ വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അറിവുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഞാനിവിടെ പല സൈഡിലും പോയി അതിൻ്റെ മനോഹരമായ ദൃശ്യമൊക്കെ എടുത്തു. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാർബിൾ തന്നെയാണ് കേട്ടോ. ദൂരത്ത് കാണുമ്പോൾ ഞാൻ വെച്ച് വേറെ കല്ലെന്ന് വിചാരിച്ചു. മാർബിൾ കല്ല് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, തൂണിൻ്റെയൊക്കെ മാർബിൾ കല്ല് കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇവിടെ ഫോട്ടോസുകളൊക്കെ കാണാൻ പറ്റും. വിക്ടോറിയ, നമ്മളെ ക്വീൻ വിക്ടോറിയ ഉണ്ട്, പഴയ രാജ്ഞി. 1901 അവർ മരണപ്പെട്ടത്. അവരുടെ സ്മരണാർത്ഥമാണ് ഇത് രാജാവ് ഇതുപോലത്തെ ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ചരിത്രത്തിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല, ഒരുപാട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാൻ പറ്റില്ല. എനിവേ ഇവിടെ ചിത്രം കാണാം നിങ്ങൾക്ക്. 1921 തുടങ്ങിയ പരിപാടിയാണ് പണിയാൻ തോന്നുന്നു. അതിൻ്റെ ഓരോ വർക്കുകളും കാണാം. സോ മാർബിൾ കൊണ്ട് തന്നെയാണ്, മാർബിൾ കൊട്ടാരം തന്നെയാണിത്, വിക്ടോറിയ മെമ്മോറിയൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പർ പ്ലേസ്. ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് മെഷീനുകളൊക്കെ കാണുന്നുണ്ട്. അതെന്ത് മെഷീൻ? മരം കൊണ്ടുണ്ടാക്കിയ മെഷീനുകളൊക്കെയാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മെഷീനും പിന്നെ ഇതിൻ്റെ ലേഔട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒറിജിനൽ മോഡൽ, ഇത് ഒറിജിനൽ തന്നെ. അന്നത്തെ W. എമേഴ്സൺ എൻജിനീയറോ അല്ലെങ്കിൽ അവിടുത്തെ രാജാവോ ഉണ്ടാക്കിയ ഒറിജിനൽ ആ ഒരു ഇതിൻ്റെ രൂപമില്ല, അതന്നെ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ വലിയ പിക്ചറുകളൊക്കെ കാണാം നിങ്ങൾക്ക്, അടിപൊളി പിക്ചറുകളൊക്കെ. വാവ്, സൂപ്പർ. ആനയിലൊക്കെ വരുന്നത് അന്ന് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നത് ആനയായിരുന്നല്ലോ. കൊൽക്കത്തയിൽ വന്ന് രാജാവ് ഭരണം ഭരിച്ചിട്ടുണ്ടാവും, ബ്രിട്ടീഷുകാരും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഭരണം പോയത് മിക്കവാറും അടുത്തും അങ്ങനെ. ഇതാണ് നമ്മുടെ റെഡ് ഫോർട്ട് കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ പോയ സ്ഥലം കുറച്ച് ദിവസം മുമ്പ്. റെഡ് ഫോർട്ടിൽ നിന്ന് വരുന്ന ഇത് ഡൽഹിയിൽ നിന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. സോ ഞാനതിൻ്റെയൊക്കെ എടുത്തു. അത് വേണ്ട, ഇതാണ് സായിപ്പും നമ്മളവിടെ വൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരും. വിക്ടോറിയ 1901 അവർ മരണപ്പെട്ടത്. ഇത് ലേഡ് ഹിസ് ഗ്രാൻഡ് സൺ പ്രിൻസ് ജാനുവരി 1906 ഇത് പണിയിപ്പിച്ചത്. ലേഡ് തറക്കല്ലിട്ട്. ഇത് അതിൻ്റെ അകത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ക്വീൻ വിക്ടോറിയയുടെ ഒരു സ്റ്റാച്ചു, ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലം. വാവ്, സൂപ്പർ പ്ലേസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ എടുക്കുന്നത്. വിക്ടോറിയ രാജ്ഞീൻ്റെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നു. ഞാനും ശ്രമിച്ചു, പക്ഷെ ഒറ്റക്കൊരു സിംഗിൾ ഫോട്ടോ കിട്ടുന്നില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ. പിന്നെ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് കുറച്ച് നടന്നു, ബാക്കിയുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു. ഞാനിതിൻ്റെ ഇതൊക്കെ നോക്കി. മാർബിളിൽ കൊത്തിയെടുത്തിയാണ് കേട്ടോ. കുറച്ച് ഉറുദു അറബിയാണെന്ന് തോന്നുന്നു, അറബിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അന്നത്തെ ആ രീതിയിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ഇസ്ലാമിക് ഇറാൻ ആർക്കിടെക്ചർ, അതുപോലെ ഇന്ത്യൻ വെസ്റ്റേൺ ആർക്കിടെക്ചറൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാക്കാം. എനിവേ നല്ല അടിപൊളി സ്ഥലം തന്നെ ഇത്. മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയത്. തൂണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു മാർബിൾ കൊത്തിയത്. വാവ്, ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഇതുപോലത്തെ ഡിസൈനുകളൊന്നും ഇന്ന് വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഇന്ന് നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് ചെറിയ രീതിയിൽ, കേരളത്തിലൊന്നും ഇല്ല. ഇതൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസൈനുകളൊക്കെ കൊണ്ടുവരണം ഇപ്പോൾ ടൂറിസം ഗവൺമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും. വെറുതെ പഴയത് ചരിത്രം മാത്രം നമ്മൾ നോക്കി. ചരിത്രത്തിലുണ്ടായി, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് തുടങ്ങിയാലോ ചരിത്രം ആവുമല്ലോ, കുറേ വർഷങ്ങൾ ചെയ്താൽ, കുറേ വർഷങ്ങൾ കൊണ്ട്. സോ ഞാനിവിടെ
കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങേണ്ട പരിപാടിയാണ്. ഓക്കെ.
നമ്മളിവിടുന്ന് പതുക്കെ ഇറങ്ങാം. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട വേറെ ട്രാം കണ്ടു. ഇതാണ് ട്രാം. ഇത് AC ട്രാമാണ് കേട്ടോ. ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണെന്നില്ലേ. AC ട്രാമാണ്. നമുക്ക് ഇതിൽ കയറാം. ഇപ്പോഴും നിർത്തിയിട്ടുണ്ട്. ഇത് അധിക സ്ഥലത്ത് നിർത്താറുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് കയറി. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് അകത്ത്. പക്ഷേ പഴയൊരു ലുക്കാണ്, പഴയ മോഡലാണ്. പഴയ മോഡൽ ട്രാമിനെ ഒന്ന് ഗ്ലാസ്സൊക്കെ ഇട്ട് ഒരു എയർ കണ്ടീഷനൊക്കെ ചെയ്തത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല AC, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഫെസ്റ്റിവൽ ഓഫ് വെസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ ടൂറിസത്തിൻ്റെ ഫോട്ടോസൊക്കെ സീറ്റിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. എനിവേ മോശമില്ല. പക്ഷേ ട്രാം എന്ന് പറഞ്ഞാൽ ഇതല്ല, കുറച്ചും കൂടി ലക്ഷറി ആയ ട്രാം കൂടി ചെയ്യുക, കുറച്ചും കൂടി ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും കയറി അത് അലമ്പാകും. നമ്മൾ അലമ്പ് എന്ന് പറയുന്നില്ലേ, ചളിയാക്കി കൊളാക്കി വെക്കും. ഒന്നാമത് മുറുക്കി തുപ്പാനൊരു സ്ഥലമാണ് ആദ്യം ആക്കി കൊടുക്കേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആദ്യം ആക്കി കൊടുക്കേണ്ടത് മുറുക്കി തുപ്പാൻ. ഇപ്പോൾ കേരളത്തിൽ പിന്നെയും ഇല്ല എന്ന് പറയാം, മലയാളികൾ കുറവാണ്, ഉണ്ട് എന്നാലും കുറവ് തന്നെയാണ്. പുറത്തൊക്കെ പോയാലും മുഴുവൻ ഇത് തന്നെയാണ്, പാൻ മസാലകളും ബീഡ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ മുറുക്കി തുപ്പാനൊരു സ്ഥലം, നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുന്ന പോലെ മുറുക്കി തുപ്പാനുള്ള ഒരു ബാസ്ക്കറ്റും കൂടി ആക്കി കൊടുക്കണം എവിടെ, പുറത്തുള്ള ആൾക്കാർക്ക്. കാരണം അല്ലാതെ അവർ അവിടെ ഇവിടെയും അവിടെയൊക്കെ തുപ്പി. റെയിൽവേ സ്റ്റേഷനിലൊക്കെ മുഴുവൻ, റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ സ്ഥലത്തും, ഈവൻ ബസ് സ്റ്റാൻഡിൽ എവിടെ പോയാലും ഈ ചുമരിൻ്റെ മൂലക്ക് പോലെ നിങ്ങൾക്ക് കാണാം ഈ തുപ്പൽ. ട്രെയിനിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മോ, ഇന്ത്യയുടെ ഈ കൊൽക്കത്ത വരെ എത്തിയിട്ടുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഒന്നാമത് നീറ്റ്നെസ്, ക്ലീൻനെസ് വളരെ കുറവാണ്. അതിപ്പോൾ ആരാണ് ട്രെയിനൊക്കെ മോശമാക്കുന്നത്? നമ്മൾ ജനങ്ങൾ തന്നെയാണ്. അത് നമ്മൾ റെയിൽവേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് തുപ്പി മോശമാക്കുന്നത്. പിന്നെ വെച്ചാൽ റെയിൽവേ ട്രാക്കിലൊക്കെ നമ്മളെ ടോയ്ലറ്റ് ഇല്ലാത്ത നാടുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും മാറിയത്. മുമ്പ് ട്രെയിന് നമുക്ക് നോക്കുമ്പോൾ കാണാം അപ്പിയിടാൻ വേണ്ടി ഈ റെയിൽവേ ട്രാക്കിലൊക്കെ വന്നിരിക്കുന്ന കുറേ എണ്ണം. തമിഴ്നാട്ടിലൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തി. ഇപ്പം ചെറുങ്ങനെ നിന്നതൊക്കെ അവർക്കൊക്കെ ഒരു ബോധം വന്നു. നോർത്ത് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായി, പക്ഷെ ഇപ്പം അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോൾ മോഡി കയറി ഒരുപാട് ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ, നല്ല കാലം തന്നെ. ഇപ്പോൾ ടോയ്ലറ്റെങ്കിലും ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമ ഉണ്ട്, എന്താ ടോയ്ലറ്റ് സ്റ്റോറി, ഒരു സിനിമ. ഇതൊക്കെ കണ്ട് ജനങ്ങൾക്ക് കുറച്ച് വേരം വന്നു. പിന്നെ മൊബൈൽ ഫോണുകൾ വന്നു. ഈ ടോയ്ലറ്റ് പോകുന്ന ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കുറേ ആൾക്കാർ എടുക്കാൻ തുടങ്ങി. ഈ പബ്ലിക് സ്ഥലത്ത് ടോയ്ലറ്റ് പോകുന്ന ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കുറേ ആൾക്കാർ ക്യാമറയിലിട്ട് വാട്സപ്പിലിടുമ്പോൾ നാണം കേട്ടും, കുറച്ച് നാണം ഉളുപ്പൊക്കെ വന്നിട്ടുണ്ടാവും. സോ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇതേപോലെ ടോയ്ലറ്റുകളൊക്കെ വന്നു. ശരിക്കും ടോയ്ലറ്റുകളൊക്കെ വരണം. ഇവർ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഡൽഹിയിൽ, മുംബൈ, അല്ലെങ്കിൽ ഈ അഹമ്മദാബാദ് ഇവിടെയൊക്കെ അധ്വാനിക്കുന്നവനെല്ലാം ഇന്ന് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓട്ടോ ഓടിക്കുന്നവനൊക്കെ ഡെയിലി 1000 രൂപ 2000 രൂപയൊക്കെ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആ ചെറിയ ഓട്ടോ ഉണ്ടല്ലോ, ഇലക്ട്രിക് ഓട്ടോ, അതിൽ ബാക്കിലും മുമ്പിലും നിന്നൊക്കെ നിറച്ചിട്ടാണ് പോകുന്നത്. ഒരു ട്രിപ്പിന് 10-20 രൂപ വാങ്ങിയിട്ട് ഒരു ട്രിപ്പ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടത്തേക്ക് ഒരു ട്രിപ്പിന് എങ്ങനെയായാലും ഒരു 5-6-7 പേരുണ്ടാവും. ഈ 6-7 പേരിൽ നിന്ന് ഒരു 150 രൂപ ഒരു ചെറിയ ട്രിപ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഡെയിലി ഒരു ട്രിപ്പ് ഒരു 10-20 ട്രിപ്പാണ് ഓടിക്കും, നല്ല സ്പീഡിൽ ഓടിക്കും. ഇവരുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു 2500-3000 രൂപ ഡെയിലി ഉണ്ടാക്കും. ഒരു ഇലക്ട്രിക് ആണെങ്കിൽ വലിയ ചിലവൊന്നുമില്ല, ഇലക്ട്രിക് കറണ്ട് കൊടുക്കുക. പെട്രോൾ ആണെങ്കിൽ ഒരു 500-600 അല്ല 1000 രൂപ പോട്ട്, പിന്നെ ഫുഡിൻ്റെ ഒരു 1000 രൂപ പോട്ട്, ബാക്കി ഒരു 1500-2000 രൂപ വരെ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് ലാഭം. ഞാൻ മനസ്സിലാക്കുന്നത് 1500 രൂപയൊക്കെ ഡെയിലി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഡെയിലി ആകുമ്പോൾ ഒരു മാസം എത്ര പൈസ, 2000 രൂപയൊക്കെ ഉണ്ട്, 10-60,000 രൂപയായി. എന്നിട്ട് ഇവന് ടോയ്ലറ്റ് വെക്കാൻ ഇവനക്ക് പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ പൈസ ഒക്കെ ഇവർ എന്താ ചെയ്യുന്നത്? പോയി അമ്പലത്തിൽ കൊടുക്കില്ല, അല്ല ഒന്നുമില്ലാത്ത വെറുതെ സ്വപ്നം കാണുന്ന ഒരു റെസ്പോൺസും ഇല്ലാത്ത ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട്, ഏത് മതത്തിലെ ദൈവത്തിനാണെങ്കിലും ഒരു റിപ്ലൈ ഇല്ലാത്ത, ഒരു പ്രതികരണവും ഇല്ലാത്ത ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കൊടുത്തിട്ട് എന്താ കാര്യമുണ്ട്? ആ ജനങ്ങൾക്ക് ഇവിടെ സേവിക്കുക, ഇവിടെ ജനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആയി കൊടുക്കുക എന്നല്ലാതെ. സോ അവിടെ നിന്നൊക്കെ ഇറങ്ങി, ഇപ്പോൾ രാത്രിയായി സമയം, ഞാനങ്ങ് ഇറങ്ങി നടന്ന് അവസാനം ഞാൻ ഹൗറ ബ്രിഡ്ജിലെത്തി. കാരണം ഹൗറ ബ്രിഡ്ജിലെ രാത്രി ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ദിസ് ഈസ് ഹൗറ ബ്രിഡ്ജ് ഇൻ നൈറ്റ് വ്യൂ. നൈറ്റിൽ ആണിപ്പോൾ നമ്മളുള്ളത് ഹൗറ ബ്രിഡ്ജിൽ. ഈ രാത്രിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാത്രിയിൽ ഇതാണ് ഹൗറ ബ്രിഡ്ജ് കേട്ടോ. സോ കുറച്ച് എന്താ പറയുക, ഞാനിങ്ങനെ അങ്ങനെ നടക്കുകയാണ്. രാത്രിയിൽ നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ പിറ്റേ ദിവസമായി ഞാൻ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. സോ ഇവിടുന്ന് നമ്മളിന്ന് എന്താ പറയുക, മെട്രോയിലേക്ക് പോവാണ്. ഇത് മെട്രോ ഉണ്ടാ, ഈ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. നമുക്ക് കുറച്ച് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഇതൊക്കെ അടുത്തടുത്തുണ്ട് മെട്രോ. നമുക്ക് കൊൽക്കത്ത മെട്രോ നമുക്ക് കയറണ്ടേ, കൊൽക്കത്ത മെട്രോ. സോ നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്, സൂപ്പർ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി തന്നെ കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ റോഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ. ഞാനിന്ന് ആക്ച്വലി പോകുന്നത് നേതാജി ഭവനിലേക്കാണ്. നേതാജി ഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രോ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ നേതാജിയുടെ വീട് വരുന്നത് അല്ലേ, സുഭാഷ് ചന്ദ്രബോസ് നേതാജിയുടെ വീട് അവിടെയാണ് വരുന്നത്. സോ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊൽക്കത്ത മെട്രോയുടെ ചരിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ മെട്രോ ആണ്. ഏകദേശം നമ്മളെ ഈ ഡൽഹി മറ്റേ ലണ്ടൻ മെട്രോ ഇല്ലേ, ലണ്ടൻ മെട്രോനൊക്കെ പോലെ തന്നെ ആവിഷ്കരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെന്നാണ് കേട്ടത്. പക്ഷേ അതിൻ്റെ ഒരുപാട് വർഷങ്ങളെടുത്തു അതിൻ്റെ പണിയൊക്കെ തീരാൻ വേണ്ടി. ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇഴഞ്ഞ് നീങ്ങുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് ഉള്ളത്. എസ്പ്ലനാഡയിലാണ് ഞാനുള്ള കേട്ടോ. എസ്പ്ലനാഡയാണ് മെയിനായിട്ടുള്ള ഈ നമുക്ക് ട്രാമൊക്കെ ഉള്ള കണ്ട സ്ഥലമില്ല, അതൊക്കെയാണ് എസ്പ്ലനാഡ എന്ന് പറയുന്നത്. എസ്പ്ലനാഡ ഒരു മാർക്കറ്റാണ്, അവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം കറങ്ങാനൊക്കെ പറ്റും എസ്പ്ലനാഡ. സോ എസ്പ്ലനാഡയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മെട്രോയിൽ കയറിയിട്ട് നമുക്ക് നേതാജി ഭവനിലെത്താം. ഇപ്പം ഞാൻ നേതാജി ഭവനിലെത്തി. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആസാദ് ഹിന്ദ്. നേതാജിയുടെ ഫോട്ടോ ഉണ്ടോ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ, ആസാദ് ഹിന്ദ്, സ്വാതന്ത്ര്യം എന്നുള്ള ഇതാണ് പറയുന്നത്. ആസാദ് ഹിന്ദ് നേതാജി ഭവൻ. നേതാജിയുടെ ഫോട്ടോസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്ക് നമുക്ക് പോവാം. അവിടെ എനിക്ക് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത് അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. പല സ്ഥലത്തും ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മളെപ്പോലത്തെ വ്ളോഗേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിതൊക്കെ അലയുന്നത് ഓടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് അവിടെ പോകുമ്പോൾ കണ്ടോ, ഇത് മനുഷ്യൻ വലിക്കുന്ന റിക്ഷയാണ്. ഈ റിക്ഷ ഇപ്പോഴും ഉണ്ട്. ഇതിൽ ഞാൻ കയറണമെന്ന് വെച്ചു, പിന്നെ ഞാൻ ഒഴിവാക്കി. വേണ്ട, കാരണം ഒരാളെ കൊണ്ട് നമ്മൾ വലിപ്പിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. സോ ഇത് മുമ്പേ ഉള്ള ആ റിക്ഷ വണ്ടി ഉണ്ടല്ലോ, ഇപ്പോഴും കൊൽക്കത്തയിൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യൻ തന്നെ മനുഷ്യനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി. ഞാനതിൽ കയറാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ വേറെ ആളെ കൊണ്ട് വലിപ്പിക്കുന്നതല്ലല്ലോ. അതൊക്കെ മുമ്പ് ഉണ്ടായ സിസ്റ്റമാണ്, ഇപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്നു. സോ ഞാനിപ്പോൾ നേതാജി ഭവൻ്റെ അടുത്താണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണൂല, ദൂരെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്, വലിയ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നേതാജി ഭവൻ എന്ന് പറയുന്നത്. നേതാജി രക്ഷപ്പെടാൻ വേണ്ടി, വീട്ടുതടങ്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെട്ട ദ ഗ്രേറ്റ് എസ്കേപ്പ്. ആ കാറാണ് അവിടെ കാണുന്നത്. ആ കാറ് കണ്ട, ആ കാറാണ് ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. വീട്ടുതടങ്കലിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടില്ല, ആരും കാണാതെ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അന്ന് രക്ഷപ്പെട്ടാൻ ഉപയോഗിച്ച കാറാണ്. ഓട്ടോ യൂണിയൻ എന്നാണ് അതിൻ്റെ പേര്, ഓട്ടോ യൂണിയൻ. ഓഡിയുടെ സിമ്പിളാണ് കേട്ടോ ആ വണ്ടിക്ക്. ഓഡിയുടെ പോലത്തെ ഒരു റെഡ് ഒരു റൗണ്ട് സിമ്പിള് ഓട്ടോ യൂണിയൻ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത്. അകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അകത്ത് ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഈ വീട് കണ്ട ഞങ്ങൾ വീട്ടിൻ്റെ പുറത്ത് തന്നെ, ഇത് അദ്ദേഹത്തിൻ്റെ ബ്രദറാണിത്. അദ്ദേഹത്തെ അന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, വീട്ടുകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിച്ച ബ്രദറാണ് അദ്ദേഹം. ഇതാണ്, ഇതിലേ കൂടിയാണ് അദ്ദേഹം ഇറങ്ങിയത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഈ കോണിയുണ്ടോ, ഈ കോണിയിലെ കൂടി അദ്ദേഹം ഇറങ്ങിയത്. ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു നേതാജി പവലിയൻ എന്നിട്ട് ചെറിയ ബിൽഡിംഗ് ഉണ്ട്, ചെറിയൊരു സെമിനാർ ഹാള് പോലത്തെ തന്നെയാണ്. ക്ലോസ്ഡ് ആണ്. നമുക്കിതാ ഇതൊന്ന് കാണാം. ദ ഗ്രേറ്റ് എസ്കേപ്പ് സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസ് വഴിയാണ് ആള് അതിലേക്കൂടെ ഇറങ്ങി. അതിലേക്കൂടെ ഇറങ്ങിയ ശേഷം അനിയൻ എന്ത് ചെയ്തു, ഏറ്റവും ഇളയ അനിയൻ, അവൻ അപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേതാജി കയറലും വണ്ടി ഒറ്റ വിടലും. അന്ന് വിടലാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ പറ്റി അറിയില്ല, പിന്നെ നമുക്കറിയില്ല. പിന്നെ അദ്ദേഹം ജപ്പാനിലെത്തി, ജർമ്മനിയിലെത്തി, ഹിറ്റ്ലറിനെ കണ്ടു. ജപ്പാനിൽ പോയി, ജപ്പാൻ്റെ അന്ന് സഖ്യകക്ഷികളും 2-3 ടീമുണ്ട്, അച്ചുതണ്ട് കക്ഷികൾ, അതൊക്കെ യുദ്ധമല്ലേ, വേൾഡ് വാറാണല്ലോ. അന്ന് ജപ്പാനോടും ജർമ്മനിയോടും ഒക്കെയാണ്, ഇറ്റലി ഇവരോടൊക്കെയാണ് ഇദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചത്. അമേരിക്കയോടല്ല. അമേരിക്ക ബ്രിട്ടനൊക്കെ വേറെ ടീമാണ്. ബ്രിട്ടനോട് ചോദിക്കാൻ പറ്റില്ല, കാരണം ബ്രിട്ടനാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ബ്രിട്ടൻ്റെ എതിരാളികളെ കാണാൻ പറ്റും. സോ ദിസ് ഈസ് നേതാജി ഭവൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാടുണ്ട്. അദ്ദേഹം ഒരു പോരാട്ടത്തിലെ കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്.
വ്യക്തിയാണ് നേതാജി എന്ന് പറയുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ച ഇതാണ് ആസാദ് ഹിന്ദ്, അതുപോലെ IN ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോൾ നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാനിപ്പോൾ എസ്പ്ലനേഡിൻ്റെ അടുത്താണ് ഉള്ളത്. ഇതവിടെ ഒരു വലിയ ബിൽഡിംഗ് ആണിത്. നിങ്ങൾ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ടാറ്റയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ടാറ്റ കെമിക്കൽ ഒരു ബിൽഡിങ്. ഇവിടെ ഒരു ചെറിയ എയർ ഇന്ത്യേൻ്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് ഇന്ദിരാഗാന്ധി പാർക്കാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി ഇനാഗ്രേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. അവിടെ കാണാൻ പറ്റും ഒരു ശില്പം, ഒരു സ്റ്റാച്ചു, ഒരു ചെറിയ പാർക്ക്. സോ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അതുപോലെ കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. പിന്നെ ഇവിടെ ബിർള പ്ലാനറ്റേറിയം ഉണ്ട് കേട്ടോ. ഈ ബിർള പ്ലാനറ്റേറിയത്തിൽ ഞാൻ കയറുന്നില്ല, കാരണം അകത്ത് ക്യാമറ അലൗഡല്ല. പിന്നെ കുറച്ച് എന്താ പറയുക, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമ്മളിത് തന്നെ സയൻസിൻ്റെ ഒരു ചെറിയ ഇതാണത്. പിന്നെ ഇരുട്ടായിരിക്കും അവിടെ, നമുക്ക് അലൗഡല്ല. പിന്നെ ഇതാ ഒരു കൊൽക്കത്ത ഹെറിറ്റേജ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ ചർച്ചാണ്. ഇവിടത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ നമുക്ക് അകത്തും എന്തായാലും ചർച്ചിൻ്റെ അകത്തൊന്നും ക്യാമറ അലൗഡെല്ലാം ആയിരിക്കില്ല, പക്ഷെ പുറമെ നല്ല ദൃശ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പകർത്താം, അങ്ങ് കാണിച്ചു തരാം. സെൻറ്റ് പോൾസ് കത്തീഡ്രൽ സൂപ്പർ ചർച്ച് തന്നെയാണ്. ഇതും കൽക്കത്തയിൽ വന്നാൽ നമ്മളിത് മിസ് ചെയ്യാതിരിക്കുക. നമ്മളെ പ്ലാനറ്റേറിയം കണ്ടിട്ടേ, പ്ലാനറ്റേറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചർച്ച് ഉള്ളത്. സോ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ചർച്ചിലേക്ക് കാണാൻ. സോ ചർച്ചിൻ്റെ അകത്തേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ വീഡിയോ അലൗഡല്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്നുള്ള ഈ ദൃശ്യങ്ങൾ എടുത്തു. സോ നമുക്ക് അടുത്ത ഏതെങ്കിലും സ്ഥലം നോക്കി പോവാം. ഓക്കെ, നല്ല വൈറ്റ് ചർച്ച് കേട്ടോ, വൈറ്റ് പെയിൻ്റ് അടിച്ച ചർച്ച് സെൻറ്റ് പോൾസ്. പിന്നെ നമ്മൾ അവിടെ നടന്ന് ഒരു ചെറിയൊരു സ്മാരകത്തിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ സ്മാരകം ഒന്നും ആൾക്കാർ ഗവൺമെൻറ് ശരിക്കും നോക്കുന്നില്ല. നിങ്ങളിവിടെയൊക്കെ തുണിയൊക്കെ കാണുന്നില്ല, പഴയ തുണിയൊക്കെ എന്താ പറയുക അലക്കിയിട്ട് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ കുറച്ചും കൂടി ക്ലീൻ ചെയ്താൽ ആൾക്കാർക്ക് നല്ല വരുന്ന ടൂറിസ്റ്റ് സ്പോട്ടാവും. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ഇനി ഞാൻ നിങ്ങൾക്ക് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം കാണിച്ചു തരാം. നമ്മുടെ ഫേമസ് ദൂരെ കാണുന്നതാണ് സ്റ്റേഡിയം, അങ്ങോട്ടേക്ക് നടന്നിട്ട് പോവാം. ഈഡൻ ഗാർഡൻ അല്ലേ, കൊൽക്കത്തയിലെ മെയിൻ സ്റ്റേഡിയമാണ്. IPL വേൾഡ് കപ്പും പല മാച്ചുകൾ നടക്കുന്ന ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈഡൻ ഗാർഡൻ. സോ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ അടുത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഇപ്പോൾ വേറെ എവിടെ എനിക്കിനി കാര്യമായിട്ട് പോകാനില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് ഉള്ളോട്ടൊക്കെ പോകണം. അതിനൊന്നും ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലേ, ഫിനാൻഷ്യൽ ടൈറ്റ് കുറച്ച് അധികം ഉണ്ട്, കുറച്ച് സമയമായി ഇത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ടൂർ ഇനി തീർക്കണം, ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് ഈഡൻ ഗാർഡൻ്റെ ഒക്കെ അടുത്തേക്കൊന്ന് പോയിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ,
സോ നമ്മളവിടെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ ഏകദേശം നിങ്ങൾ കണ്ടു. നല്ല അടിപൊളി സ്റ്റേഡിയം തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ എന്താ പറയുക, നല്ല IPLൻ്റെ ആണ് തോന്നുന്നു. കുറച്ച് എന്തെല്ലോ ഫോട്ടോസൊക്കെ വലിയ ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. മാച്ചൊന്നും ഈ അടുത്ത കാലത്ത് ഇല്ലാന്ന് വിചാരിക്കുന്നു. കൊൽക്കത്ത ഇപ്പോൾ ഉണ്ടല്ലോ, IPL കളിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ ഞാൻ നേരെ ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മുടെ ഏകദേശം കൊൽക്കത്ത ട്രിപ്പ് ഏകദേശം അവസാനിച്ചു. ഇതാണ് ഹൗറയിലെ ഹൗറ ബ്രിഡ്ജ്. ഹൗറ പാളത്തിലേക്ക് കൂടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഹൗറ ബ്രിഡ്ജിലേക്ക് കൂടി ഒരിക്കൽ ഇതേപോലെ യാത്ര നടത്തണം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത്രയും വലിയ ഒരു അയൺ ബ്രിഡ്ജ്, ഒരു ഇരുമ്പ് പാലം നമ്മുടെ രാജ്യത്തില്ല. വേറെ ഉണ്ട്, ഇല്ല എന്നല്ല, ഇപ്പം പിന്നെ പുതിയ പാലങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. എന്നാലും ഒരു കാലം വരെ ഇപ്പോഴും പ്രൗഢിയോടെ നിൽക്കുന്നതാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ദൂരെ നമ്മളെ കാത്തിട്ടത് അവിടെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്നെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൽക്കത്തയോട് വിട പറയാൻ സമയമായി. ഗുഡ് ബൈ കൽക്കത്ത. ഇത് നമുക്ക് അടുത്ത സ്ഥലം പോകണം, പെട്ടെന്ന് തന്നെ പോകാനുണ്ട്, സമയം വേസ്റ്റ് ആക്കാനില്ല. അതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ.